രേണുസുതി എപ്പോഴും വാർത്തകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് റീലുകളിലും. ഇപ്പോൾ പ്രധാനമായിട്ട് ഈ ബ്ലോഗേഴ്സിൻ്റെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ മെയിൻ ഒരു താരം രേണുസുതി തന്നെയാണ്. എന്തിനാണ് ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവരെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സൊക്കെ മുതലെടുക്കുന്നുണ്ട്, വരുമാനം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ രേണുസുതി നൽകിയ അഭിമുഖമാണ് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയത്. രേണു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തവണ എനിക്ക് വിധവാ പെൻഷൻ പോലും കിട്ടിയില്ല, എന്നെ സർക്കാരും എന്നെ മറന്നോ, അതോ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചെന്ന് സർക്കാരും അങ്ങ് തീരുമാനിച്ചോ എന്നുള്ളത്. അതിൽ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, സർക്കാരിനായിട്ടുള്ള ഒരു കൊട്ടാണ്. വിധവാ പെൻഷൻ ഒന്നും ആർക്കും കിട്ടുന്നില്ലേ. സത്യം പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ പോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ഉൾപ്പെടുന്ന വിധവാ പെൻഷനും. വിധവാ പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സ്ത്രീകൾക്ക്, ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസമായിട്ടുള്ളൊരു തുകയാണ്. അപ്പോൾ അതും സർക്കാർ മുടക്കി എന്ന് അവർ പറയുമ്പോൾ അവർ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, തമാശയ്ക്കായിട്ടാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള എത്രയോ സ്ത്രീകൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ട്. അവർക്കൊരു കൈത്താങ്ങ് തന്നെയാണ് ഇത്തരത്തിലുള്ള തുകകൾ എന്ന് പറയുന്നത്. അതൊരു ഭാഗത്ത് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. രേണു അത് ഒരു പക്ഷേ രേണു കുറച്ചുകൂടെ ഒരു രീതിയിൽ പറയുമ്പോൾ 10 പേരിലേക്ക് ഇത് എത്തുന്നുണ്ട്. എന്തായാലും സർക്കാരും അവരുടെ വാക്കുകൾ അത് ശ്രവിക്കട്ടെ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും വിധവാ പെൻഷനും കിട്ടുന്നില്ല. സർക്കാരും ചിന്തിച്ചു തുടങ്ങിയോ ഞാൻ കല്യാണം കഴിച്ചു എന്ന്. അപ്പം ഇങ്ങനെ കല്യാണം കഴിക്കുന്നില്ല എന്ന് എപ്പോഴും ആൾക്കാർ പുറകെ നടന്ന് ചോദിക്കാറുണ്ട് രേണുവിനോട്, രേണുസുതി എന്ന് പറയുമ്പം മിക്ക പ്രേക്ഷകർക്കും അറിയാം. കൊല്ലം സുധി എന്ന കൊമേഡിയൻ താരത്തിൻ്റെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് രേണു. അപ്പം രേണു ഇപ്പോൾ കുറേ റീലുകളൊക്കെ ചെയ്യും. ഈ പറഞ്ഞോണം ആക്ടിങ്, ചെറിയ ചെറിയ ആൽബം ഇതിലൊക്കെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന് അവരവരുടേതായ ചില നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അഭിനയമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് വിവാദമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആദ്യം ഒരു റീല് ചിത്രീകരിക്കുന്നതിനിടയിൽ കുറച്ച് എന്താ പറയുക, ശരീരമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു റീലൊക്കെ ചെയ്തു. അതിന് വലിയ വിമർശനം. വിധവ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഒരു വിധവയല്ലേ, അല്ലെ അവരുടെ ഭർത്താവിനെ എന്താണ് അവർ ഓർക്കാത്തത്, ഭർത്താവ് മരിച്ചു പോയിട്ട് അവർക്കൊന്ന് ഒതുങ്ങിക്കൂടെ, എന്തിനാണ് ഇത്തരത്തിലൊക്കെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ പലരും വിമർശിച്ചിരുന്നു. ഒരു പക്ഷെ ഞാനും ചില കാര്യങ്ങൾ വിമർശിച്ചിരുന്നു. ഞാൻ വിമർശിച്ചത് വേറൊന്നുമല്ല, ഇത്തരത്തിൽ എന്തിന് ഇവർക്കൊക്കെ ഇങ്ങനെ മറുപടി കൊടുക്കാൻ നടക്കുന്നു. കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ മൗനമായിട്ടിരിക്കുന്നതാണ് കുറച്ചുകൂടിയൊക്കെ നല്ലത്. അവർ പറയുന്നവർ പറയട്ടെ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ 2 ആൺമക്കളുണ്ട്, അവരുടെ പഠനം. ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് ഈ കൊല്ലം സുധിയുടെ മറ്റൊരു ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടിയാണ്. അപ്പോൾ അതിനെയും സ്വന്തം മകനായിട്ട് വളർത്തുന്നുണ്ട്. ഈ പറഞ്ഞ ഇളയ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇത് ഇവരുടെയൊക്കെ എഡ്യൂക്കേഷനും, ഇപ്പോൾ ഒരു വീട് വെച്ച് നൽകി എന്ന് പറഞ്ഞതുകൊണ്ടാവില്ലല്ലോ, പിന്നീടുള്ള അവരുടെ ജീവിതവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി എന്തായാലും ഈ പറഞ്ഞോണം തുക കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ഇവർക്ക് ഇതിനിടയ്ക്ക് 1-2 ജോലി വാഗ്ദാനം ചെയ്ത്, അക്കൗണ്ട്സ് എന്തോ ജോലിയൊക്കെയാണ്. പക്ഷെ അവർക്കത് അറിയില്ല. അപ്പോൾ അവർക്കറിയാവുന്ന അഭിനയമാണ്. പണ്ടും ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും കൊല്ലം സുധിയായിട്ടൊക്കെ കുറേയൊക്കെ ഇങ്ങനെ അഭിനയിക്കുക, റീലുകളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി അവർ ചെയ്യട്ടെ. അഭിനയം അത്ര വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് നയൻതാരയും ഐശ്വര്യ റായും ഇവരൊക്കെ എന്തോരം ചിത്രങ്ങൾ, തമന്നയും ഇവരൊക്കെ എന്തോരം ചിത്രങ്ങളിൽ ഡ്രസ്സിട്ടും പല രീതിയിലുള്ള ഡ്രസ്സുകൾ അണിഞ്ഞുമൊക്കെ നടക്കുന്നുണ്ട്. അതുപോലൊരു സ്ത്രീയല്ലേ രേണുസുതി. അവരെ എന്തിനാണ് ഇത്തരത്തിൽ ബോഡി ഷെയ്മിങ് നടത്തുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇപ്പോൾ ഒരുപക്ഷെ സമൂഹത്തിലെ ചില വിചിത്ര സ്വഭാവങ്ങളായിരിക്കാം. ഒരുപക്ഷെ കൊല്ലസുതി ഉണ്ടായിരുന്നു, അവർ ഇത്തരത്തിൽ അഭിനയിക്കാൻ പോയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇതേ ആൾക്കാർ അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഭർത്താവില്ലാത്തത് കൊണ്ട് എന്തും ഒരു സ്ത്രീയുടെ മണ്ടേ മെക്കിട്ട് കയറാം. ഭർത്താവ് മരിച്ച ഒരു വിധവ ഒരു സ്ത്രീ അദ്ദേഹത്തിന് ഓർത്ത് വീട്ടിൽ ഒതുങ്ങിക്കൂടണം. ഒരുപക്ഷെ ഒതുങ്ങിക്കൂടി വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ അവർ നല്ലൊരു സ്ത്രീ, നല്ല വ്യക്തി, നല്ല രേണു എന്ന് പറഞ്ഞ് വിലപിക്കും. പക്ഷേ അവരുടെ വീട്ടിൽ അരി പുകയുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അവരുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഈ പറയുന്ന ആൾക്കാരും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ അവർക്ക് നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ എല്ലാം അവരുടെ അഭിനയം, അവർക്ക് ആഗ്രഹമുള്ള, അവർക്ക് ഇഷ്ടമുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് കടക്കുന്നു. ഒരു പക്ഷേ അതിൽ കുറച്ച് ഓവർ ആക്ടിങ് കാണാം, കുറച്ച് വൾഗാരിറ്റി കാണാം, എന്തിനേ ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ, അത് അവരെ വെറുതെ വിടൂ. ഇതിൻ്റെ അവരുടെ പുറകെ നടന്നിട്ട് റീല് ഷൂട്ട് ചെയ്യുക, അവരാണെങ്കിൽ കുറച്ചുകൂടി രേണുവിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അവർ കുറച്ചുകൂടി ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്, എന്തും തുറന്നടിച്ച് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്ക് വളരെ വിഷമം തോന്നി.
അവരുടെ അടുത്ത് ഈ ഇവർ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഷൂട്ടിങ്ങിനൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ പൈസയൊക്കെ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന്. അന്നേരം അവർ പെട്ടെന്ന് എടുത്ത് മൊബൈലെടുത്ത് അവരുടെ അക്കൗണ്ട് എടുത്ത് കാണിച്ചു. 951 രൂപയാണ് അവരുടെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ അത് ഇൻ്റർവ്യൂ ചെയ്ത അവതാരക പോലും ചെറുതായിട്ടൊന്ന് വിഷമിച്ച് കണ്ണ് നിറഞ്ഞു. നമ്മൾ ഈ കാണുന്ന പുറമോടിയൊന്നും ആയിരിക്കത്തില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കയറുമ്പോൾ. ഒരുപാട് വിഷയങ്ങളും പ്രതിസന്ധിയും. 2 കുട്ടികളെയൊക്കെ വളർത്തുക, അവരുടെ പഠനം, അവരുടെ ജീവിതം, ഒരു പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ, ഇതൊക്കെ ഒരു സ്ത്രീയും കൊണ്ട് എത്രമാത്രം അവർക്ക് മുന്നോട്ട് പോകാമെന്നുള്ളത് അറിയില്ല. നമ്മൾ വിചാരിക്കും പലരുടെയും സഹായം കിട്ടുന്നുണ്ടായിരിക്കുന്നു. ഒരു പക്ഷേ ഒരു വീടൊക്കെ ആയിരിക്കാം, അപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ സഹായിച്ചിരിക്കാം. പിന്നെ മാസങ്ങൾ കഴിയുന്തോറും എല്ലാവരും എല്ലാം മറക്കും. ആരും അവരുടെ ഒന്നും ജീവിതത്തിലൊന്നും കയറത്തില്ല. അപ്പോഴെന്ത് ചെയ്യും? സ്വയം മുന്നിട്ട് ഇറങ്ങേണ്ടി വരും. അവർ ആദ്യത്തെ ഈ കൊല്ലം സുധിയുടെ ആദ്യത്തെ ഭാര്യയിലുണ്ടായ മകനെ പോലും അവർക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് അവർ വളർത്തുന്നത്. ആ കുട്ടിക്ക് അതേപോലെ തന്നെ അമ്മ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പം അവരുടെ ഇടയിൽ അങ്ങനെ വിഷയമില്ല. ഇപ്പം രേണു ഇത്തരത്തിൽ പോകുന്നത് വിഷയമുണ്ടോ എന്നൊക്കെ വെറും വൃത്തികെട്ട ചോദ്യങ്ങളുമായിട്ട് പല ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി വളരെ തന്മയത്വത്തോടു കൂടി, വളരെ ആർജവത്തോടു കൂടി അവരോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫാമിലിക്കോ ആ കുട്ടികൾക്കോ ഒന്നും പ്രശ്നമില്ല. പിന്നെ ഇത് ആർക്കാണ്? നാട്ടുകാർക്കാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് ചെയ്യേണ്ടുന്നത് ഈ പറഞ്ഞ തമിഴ് നടികളെയും, അയ്യോ നിങ്ങളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന നയൻതാര, തമന്ന, ഈ പറഞ്ഞ നമ്മുടെ മലയാള നടിമാർ എത്രയോ പേര് ഏതെല്ലാം പ്രൗഢിയുള്ള, ഏതെല്ലാം രീതിയിലുള്ള ഡ്രസ്സുകളും, ഏതെല്ലാം രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങളൊക്കെയാണ് നിങ്ങളെയൊക്കെ ഹരം കൊള്ളിക്കുന്ന തരത്തിൽ, ഈ പുരുഷന്മാരെയൊക്കെ ഹരം കൊള്ളിക്കുന്ന തരത്തിൽ അഭിനയിക്കുന്നത്. നിങ്ങളെന്താ അവരുടെ നേരെ വരും ചൂണ്ടാത്തത്? അപ്പം സാമ്പത്തികവും ഈ പറഞ്ഞ സൗന്ദര്യവും ആൾബലവും ഒക്കെ ഉള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല. പാവം പിടിച്ച വിധവയായ രേണുസുധി എന്തെങ്കിലും ചെയ്താലാണ് പ്രശ്നം. അവരെങ്ങനെയും ജീവിച്ചു പോട്ടെ. പിന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇതേപോലെ എനിക്ക് വിധവാ പെൻഷൻ പോലും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഒരു സാധാരണ ഓരോ വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അവർ തുറന്നടിച്ച് പറയുന്നത്. അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റുകൾ പറയുന്നുണ്ട്, എന്തിനാ രേണു ഇങ്ങനെ തുറന്നടിച്ച് സംസാരിക്കുന്നത്? അവനവൻ്റെ കാര്യം അവനവൻ നോക്കുക, ആരോടും എന്തിനാ പറയാൻ നിൽക്കുന്നത്? പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്യുമോ? ഇങ്ങനെ നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി രേണുസുധിയോട് പൊതുവെ എല്ലാവർക്കും ഒരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങി. ആദ്യത്തെ 1-2 റീല് കഴിഞ്ഞപ്പം പിന്നെ ഒരു ഇഷ്ടമൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി. അത് എല്ലാ കാര്യത്തിനും അങ്ങനെയാണ്. ആദ്യമൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ എതിർക്കും, മുന്നും പിന്നെയും തിരിയാതെ അങ്ങ് എതിർക്കും. പിന്നെയാണ് അവരുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ കുറേയൊക്കെ എന്താ പറയുന്നത് മനസ്സറിഞ്ഞ് ആ ഒരു അടുപ്പം കാണിക്കുന്നത്. എന്തായാലും രേണു 2 കുഞ്ഞുങ്ങളുമായി ഇപ്പോൾ കൊല്ലം സുധി മരിച്ച ദിവസമൊക്കെ ഇന്നാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇങ്ങനെ ഞാനും കണ്ടു റീലുകളൊക്കെ. അപ്പം അവർ ഇപ്പോഴും അവരുടെ ഭർത്താവിനെയൊക്കെ ഓർത്ത് ഇങ്ങനെ ജീവിക്കും. നാളെ ഒരു പക്ഷെ അവർ വിവാഹം കഴിച്ചെന്നിരിക്കാം. അപ്പം അതിന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരും. എന്ത് തന്നെയാലും അതൊക്കെ അവരുടെ ജീവിതമാണ്. ഒരു ജീവിതം നമുക്കൊക്കെ ഉള്ളൂ. ആ ഒരു ജീവിതം ഒരു സ്ത്രീയും ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. അവർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കട്ടെ. അവരുടെ എന്താണോ ഇഷ്ടം. ഒരു പക്ഷേ ഭർത്താവുള്ള സമയത്ത് അവർക്ക് അഭിനയിക്കണമെന്നൊരു മോഹം ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ല ഭാര്യയായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി നല്ലൊരു വീട്ടമ്മയായിട്ട് കഴിഞ്ഞുകൂടിയ ഒരു സ്ത്രീ. ഇപ്പോൾ അവരുടെ ഭർത്താവില്ല, കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതല്ല, ഒരു പക്ഷേ അവരുടെ അഭിനയം എന്ന ഒരു പാഷനിലേക്ക് അവർ കടക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ കുടുംബവും ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് എഴുതി വിടാൻ എളുപ്പമാണ്, കമൻറ്റ് ബോക്സുകളിൽ എഴുതി വിടാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ പെങ്ങൾ അല്ലെങ്കിൽ ഈ എഴുതുന്ന പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളില്ലാണ്ടാവുമ്പോൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ ഇരുന്ന് രാത്രി കാലങ്ങളിൽ ചില എന്താ പറയുക കരിങ്കോഴികൾ എന്ന് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ അത്തരത്തിലുള്ളവരൊക്കെ ഇങ്ങനെയുള്ള തീഷ്ണതയേറിയ ചില ഈ പറഞ്ഞ നെഗറ്റീവ് കമൻസുകളൊക്കെ എഴുതി വിടും. അത് അവർ ചിന്തിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എങ്കിലും എഴുന്നേറ്റ് ഈ കമൻ്റ് ഒന്ന് നോക്കിയിട്ട് സ്വന്തം ഭാര്യയോ പെങ്ങളെയോ അല്ലെങ്കിൽ സ്വന്തം മകളെയൊക്കെ വെച്ച് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.